നമസ്കാരം. 10 വർഷത്തിനു ശേഷം കേരളത്തിൽ ഭരണം തിരിച്ചുപിടിച്ച UDF സർക്കാർ, VD സതീശൻ സർക്കാർ 100 ദിവസം പിന്നിടുകയാണ്. 100 ദിവസം എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷമാണല്ലോ ഒരു സർക്കാരിൻ്റെ കാലയളവ്. 100 ദിവസം ഒരു വലിയ കാലയളവല്ല എങ്കിൽ പോലും പ്രകടമായ പല മാറ്റങ്ങളും കഴിഞ്ഞ സർക്കാരിൽ നിന്ന് പുറത്തു വന്ന ഒരു ഭരണം കൂടിയാണ് ഈ 100 ദിവസം നമ്മൾ കണ്ടത്. അതിലേറ്റവും പ്രധാനം, കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലിനും VD സതീശൻ താല്പര്യപ്പെടുന്നില്ല. ഗവർണറുമായി നല്ല ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നു. വികസന കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. എന്തായിരിക്കും ഭരണത്തിലും നിലപാടിലും തൻ്റെ നയമെന്ന് ഈ 100 ദിവസം കൊണ്ട് വളരെ വ്യക്തമായി തന്നെ VD സതീശൻ കൃത്യമായി ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ PMCയിലടക്കം സ്വീകരിച്ച നിലപാടിൽ ഉള്ള പിന്നോട്ട് പോക്ക്, അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരുപാട് തരത്തിലുള്ള വിഷമതകൾ നേരിടേണ്ടി വന്ന ഒരു സർക്കാർ കൂടിയാണ്. സർക്കാരിനെ പിടിച്ചുലച്ച ബന്ധു നിയമനം ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അതുമാത്രമല്ല, അത്തരം നിരവധി വിവാദങ്ങൾ ഒരുപക്ഷെ ഒറ്റയ്ക്കൊരു സർക്കാരിനെ നയിക്കുന്നു. ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ഒരുപക്ഷെ സതീശനെ കുറിച്ച് ഉണ്ടായേക്കാം. അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളെയും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനോ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും കണ്ടില്ല. പക്ഷേ അപ്പോഴും ആർജവത്തോടെ മന്ത്രിമാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൃത്യമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെയുള്ള ജാഗ്രതകൾ കാട്ടണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള പല പദ്ധതികളും സതീശൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. അതിൽ പ്രധാനം വിഴിഞ്ഞം എന്ന കേരളത്തിൻ്റെ ഒരു പ്രൊജക്റ്റ്, അതിൻ്റെ പൂർത്തീകരണം, അതെങ്ങനെ കേരളത്തിന് ഗുണകരമാകുമെന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം പ്രിയദർശിനി സൗജന്യ യാത്ര, ആദ്യമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കേരളം മുഴുവൻ ഏറ്റെടുത്ത ഒരു പദ്ധതിയായി മാറിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാനും ക്ഷേമ പെൻഷൻ വിതരണവും സിൽവർ ലൈൻ ഉപേക്ഷിതവുമൊക്കെ സർക്കാരിന് കയ്യടി നേടിക്കൊടുത്തു. KSRTC ബസ്സുകളിലെ ഈ സൗജന്യ യാത്ര സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഗതിയായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടെ ഉണ്ടായി. ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ലഹരി ശൃംഖലയുടെ വേറിറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. അതുമാത്രമല്ല, ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഈ ഓണക്കാലത്ത് ഏതാണ്ട് എല്ലാ ആളുകളിലേക്കും കുറഞ്ഞതൊരു 3,000 രൂപയെങ്കിലും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓണവിപണി സജീവമാക്കാൻ സപ്ലൈകോയെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചു. സിൽവർ ലൈൻ ഉപേക്ഷിച്ചു. ആശാ അംഗനവാടി വർക്കർമാരുടെ വേതനത്തിൽ വർധനവ് നടപ്പാക്കി. ആ വാക്ക് അദ്ദേഹം പാലിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി. കിഫ്ബിയുമായി ബന്ധപ്പെട്ട നടപടികൾ, അത് മാത്രമല്ല, കോൺഗ്രസ് എന്താഗ്രഹിച്ചോ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തങ്ങളുടെ സർക്കാർ ഭരണത്തിൽ വന്നാൽ, പ്രത്യേകിച്ചും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള മർദ്ദനത്തിലെ വിഷയം, DGP ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്ത വിഷയങ്ങൾ, അങ്ങനെ നിരവധി കയ്യടികൾ നേടിയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും ബോർഡുകളിലും കോർപ്പറേഷനുകളിലും മേധാവികളെ വെക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകൾ പൂർണ്ണമായും നിയമിതമായിട്ടില്ല. അതുമാത്രമല്ല, സർക്കാരിന് കൃത്യമായ സർക്കാരിനെ നിയന്ത്രിക്കാൻ പാർട്ടി സംവിധാനത്തിൻ്റെ കുറവും പ്രതിഫലിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. ഏതായാലും 100 ദിവസം കൊണ്ട് ഈ സർക്കാർ നേടിയത് നേട്ടമോ കോട്ടമോ എന്നുള്ളത് ജനം വിലയിരുത്തുന്നുണ്ട് വളരെ കൃത്യമായി. തലക്കെട്ടുകൾ: തൻ്റെ മക്കളിൽ ഒരാളെ വധിക്കാൻ ഇറാൻ ആസൂത്രിത ശ്രമം നടത്തിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ. ഏതു മകന് നേരെയാണ് ആക്രമണ ശ്രമം ഉണ്ടായതെന്നോ എപ്പോഴാണ് സംഭവം നടന്നതെന്നോ ഉള്ള കൂടുതൽ വിവരങ്ങളില്ല. അവിശ്വസനീയമായ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും അഭിമുഖത്തിൽ നെതന്യാഹു. ഇറാനെ കൊലയാളി ഭരണകൂടമെന്ന് കുറ്റപ്പെടുത്തിയ അമേരിക്ക കൊലയാളി ഭരണകൂടവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉള്ളവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. പ്രതിരോധിക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങൾ ഇറാന്റെ ഒറ്റപ്പെടലിൽ പങ്കുചേരേണ്ടി വരുമെന്നും ബെസന്റ്. ചൈനയ്ക്കും തുർക്കിക്കും UAEക്കും ഭീഷണി. ഇന്ന് ഉത്രാട ദിവസം. ഉത്രാടപ്പാച്ചിലേക്ക് മലയാളികൾ എത്തുന്നു. സദ്യ ഒരുക്കണം, ഓണക്കോടി വാങ്ങണം, തിരുവോണം ഗംഭീരമാക്കണം. വിപണികൾ സജീവം, ഓണാഘോഷത്തിൽ തിമിർത്ത് മലയാളി. വീണ്ടും മഴ. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഴ പെയ്ത്ത് ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ ജാഗ്രത. രാത്രി യാത്രകൾക്ക് നിയന്ത്രണം. കടലാക്രമണത്തിനും കാറ്റിനും സാധ്യത. VD സതീശൻ സർക്കാരിന്റെ 100ാം ദിവസം അഭിമാനമായി ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള സുപ്രധാന നടപടികൾ. കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. ഗവർണറുമായി നല്ല ബന്ധം സൂക്ഷിക്കും. മുഖ്യമന്ത്രിയുടെ പ്രതികരണം CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. ചെന്നിത്തലയുടെ മകനും രാഷ്ട്രീയത്തിലേക്കോ
സാധ്യത തള്ളാതെ ആഭ്യന്തരമന്ത്രി, മകൻ തീരുമാനിക്കട്ടെ എന്ന് ന്യൂസ് 18 അഭിമുഖത്തിൽ പരാമർശം. മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് വരട്ടെ സമയമുണ്ടല്ലോ എന്നും രമേശ് ചെന്നിത്തലയുടെ മറുപടി. അഭിമുഖം ഇന്ന് വൈകിട്ട്. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം പുനഃപരിശോധിക്കണം. സർക്കാരുമായി കൂടിയാലോചന നടത്തിയില്ല. റെയിൽവേ ബോർഡ് വിഭജനത്തിൽ കടുത്ത അതൃപ്തി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ സംസ്ഥാനത്തിന് പ്രതീക്ഷ. മലപ്പുറം ജില്ലാ വിഭജനം വീണ്ടും ചർച്ച. മുസ്ലിം സംഘടനകൾ രംഗത്ത്. നീക്കം മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണ ആലോചനകൾക്ക് പിന്നാലെ. വിഭജന ആവശ്യം കാലപ്പഴക്കമുള്ളതെന്ന് ലീഗ്. മറ്റു സംസ്ഥാനങ്ങളിൽ പുതിയ ജില്ലകൾ രൂപീകരിച്ചു. കാസർഗോഡ് DFOയ്ക്ക് സ്ഥലം മാറ്റം. ജോസ് മാത്യുവിനെ മാറ്റിയത് ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന്. DFOയുടെ ചുമതല ഫോറസ്റ്റ് കൺസർവേറ്റർ രാജീവിന്. ഭരണപരമായ മാറ്റമെന്ന് ഉത്തരവിൽ പരാമർശം. നമുക്ക് വിദേശ വാർത്തകളിലേക്ക് ആദ്യം ഒന്ന് പോകണം. കൊലയാളി ഭരണകൂടവുമായുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് അമേരിക്കയുടെ നിലപാടിൽ യാതൊരുവിധ അവ്യക്തതയില്ലെന്ന് US-ന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. കൊലയാളി ഭരണകൂടവുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ അമേരിക്കൻ അധികാരത്തിൻ്റെ പൂർണ്ണമായ പ്രഹരശേഷി നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങൾ ഇറാന്റെ ഒറ്റപ്പെടലിൽ പങ്കുചേരേണ്ടി വരും. അവർക്കെതിരെയും അമേരിക്കയുടെ യുദ്ധമുണ്ടാകുമെന്നാണ് സ്കോട്ട് ബെസന്റ് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ചൈന, തുർക്കി, UAE എന്നിവരാണ് നിലവിൽ ഇറാന്റെ ഏറ്റവും വലിയ ആഗോള വ്യാപാര പങ്കാളികൾ. അവർക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് സ്കോട്ട് ബെസന്റിന്റെ വാക്കുകൾ എന്നുകൂടി ചേർത്ത് വെക്കണം. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് US-ന്റെ പുതിയ ലക്ഷ്യം എന്നത് വ്യക്തമാവുകയാണ്. ഇതിലൂടെ ഇറാന്റെ പ്രതികരണമൊക്കെ വളരെ കൃത്യമായി തന്നെയാണ്. തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അതുമാത്രമല്ല, US-ന്റെ അലൈസ്, അതായത് ഗൾഫ് കൺട്രീസിനെ അടക്കം ലക്ഷ്യം വെക്കുമെന്നുള്ള വീണ്ടുമുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇന്നലെ മുതലാണ് ഈ ഉപരോധമടക്കം നിലവിൽ വന്നത്. ഇതിപ്പോൾ മറ്റു രാജ്യങ്ങളെ കൂടി, ചൈനയൊക്കെ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട പങ്കാളിയാണ്, ഓയിൽ വാങ്ങുന്ന പ്രധാനപ്പെട്ട രാജ്യമാണ്, UAE-യുമായി വ്യാപാര ബന്ധമുണ്ട്. ഇവരെ കൂടി ബാധിക്കുമെന്നാണോ ഇപ്പോൾ കുറെ കൂടി വ്യക്തമാക്കുന്നത് അമേരിക്ക? രഞ്ജിത്ത്, ഇറാനുമായി പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധത്തിന് അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നു. ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഉപരോധ നടപടികളിലാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വിശദീകരിച്ചത്. ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾ അത് നിർത്തലാക്കണം എന്നാണ് മുന്നറിയിപ്പ്. അത് നിർത്തലാക്കിയില്ലെങ്കിൽ അവർ വലിയ വില നൽകേണ്ടി വരും എന്നും US ട്രഷറി സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നു. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾ ഇനി അത് തുടർന്നാൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ഡോളർ അധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കും എന്ന ഒരു സൂചന കൂടി US ട്രഷറി സെക്രട്ടറി നൽകുന്നു. അതായത് ഇറാനെ നിലവിൽ ഇറാന്റെ ജീവനാഡി എന്ന് അമേരിക്ക തന്നെ വിശേഷിപ്പിച്ച, അവർക്ക് സഹായം നൽകുന്ന രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പായാണ് ആദ്യഘട്ടം എന്ന നിലയിൽ വന്നിരിക്കുന്നത്. ഇറാനുമായുള്ള വ്യാപാര പങ്കാളികളിൽ ആരെയൊക്കെയാണ് ലക്ഷ്യമിടുന്നതെന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധങ്ങൾ എപ്പോൾ പ്രാബല്യത്തിൽ വരും എന്നോ അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് മൂന്നാം കക്ഷി രാജ്യങ്ങൾക്കും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കപ്പൽ കമ്പനികൾക്കുമൊക്കെ സമയം അനുവദിക്കും എന്നാണ് US ട്രഷറി സെക്രട്ടറി വ്യക്തമാക്കുന്നത്. 60 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കുമെതിരെ ട്രഷറി വകുപ്പ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇറാനുമായുള്ള എണ്ണ വ്യാപാരത്തിന് സഹായം നൽകുന്നതായി സംശയിക്കുന്ന ചൈനീസ് ധനകാര്യ സ്ഥാപനങ്ങളൊന്നും അതിൽ ഇല്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇറാന്റെ ആഗോള സാമ്പത്തിക ബന്ധങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. സ്വാഭാവികമായും ആ പ്രഖ്യാപനങ്ങളിൽ ടെഹ്റാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുക, അവരെ നയതന്ത്ര ചർച്ചകളിലേക്ക് മടക്കിക്കൊണ്ടുവരിക, ഇതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് പുതിയ ഉപരോധങ്ങൾ 5 സുപ്രധാന മേഖലകളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാകും എന്നും പുറത്തുവരുന്നു. അതായത് ഡിജിറ്റൽ ടെക്നോളജി, മാത്രമല്ല സ്വർണം,
ഓയിൽ കയറ്റുമതി ഇതടക്കമുള്ള മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാവും ഉണ്ടാവുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് എണ്ണയിൽ നിന്നുള്ള വരുമാന മാർഗം അത് പൂർണ്ണമായും തടയുക, അതാണ് ലക്ഷ്യമിടുന്നത്. സ്ഥാപനങ്ങൾ, കപ്പലുകൾ, വ്യക്തികൾ എന്നിവർക്കെതിരെയും അടുത്ത ഘട്ടത്തിൽ ഉപരോധം കടുപ്പിക്കും എന്ന സൂചനകളാണ് അമേരിക്ക നൽകുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങളെ ഇറാൻ്റെ തന്നെ വ്യാപാര പങ്കാളികൾ ചെറുക്കും എന്നാണ് അവർ കണക്കാക്കുന്നത്. അതായത് അമേരിക്കയുടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഉപരോധങ്ങളോട് വലിയ തോതിലുള്ള സഹകരണം ഉണ്ടാകില്ല എന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു. US ഉപരോധങ്ങളെ നേരിടാൻ ടെഹ്റാൻ പൂർണ്ണ സജ്ജമാണ് എന്ന് ഇറാൻ്റെ ധനകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നതും അതുകൊണ്ടാണ്. മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം നിയന്ത്രിക്കാൻ പാകത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ അമേരിക്കയ്ക്കില്ല എന്ന ഒരു പരിഹാസമാണ് ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ നടത്തുന്നത്. എന്തായാലും പുതിയ നിയന്ത്രണങ്ങളുടെ ആഘാതം നിസ്സാരമായിരിക്കില്ല. അത് ഇറാനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കും. ആ സമ്മർദ്ദത്തിലൂടെ ഇറാനെ വീണ്ടും നയതന്ത്ര ചർച്ചകളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. എന്തായാലും അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുന്നു. ഉപരോധങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങണം, അല്ലാത്തവർക്ക് ശക്തമായ മറുപടി നൽകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം അവരെ ഡോളർ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകുന്നു. മറുവശത്ത് ഇന്നലെ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. ഇത് നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമാണ്. ട്രംപ് ഒരാഴ്ച മുമ്പ് അസീം മുനീറുമായി വിശദമായ ചർച്ച ഫോണിലൂടെ നടത്തിയിരുന്നുവെന്നും ആ സന്ദേശവുമായാണ് അസീം മുനീർ ടെഹ്റാനിൽ എത്തിയതും എന്നുമാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. PR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ വരുന്നത് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. താൻ നൽകിയ ഒരു ടെലിഫോൺ അഭിമുഖത്തിൽ തൻ്റെ മക്കളിൽ ഒരാളെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചു എന്നുള്ള, ഇറാൻ ആസൂത്രിതമായ ശ്രമം നടത്തി എന്നുള്ള അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇസ്രായേലിലെ ചാനൽ 14 നൽകിയ അഭിമുഖത്തിലാണ് ഈ കടുത്ത ആരോപണം ഇറാനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത്. അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഇറാൻ എൻ്റെ മക്കളിൽ ഒരാളെ ലക്ഷ്യം വെച്ചു, എൻ്റെ മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഏത് മകനാണ് എന്ന കാര്യത്തിൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എപ്പോഴാണ് ഈ സംഭവം നടന്നതെന്നും നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ അതീവ ഗുരുതരമായ ഒന്നാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരാണ്. അഭിലാഷ്, ചെറിയ വെളിപ്പെടുത്തലല്ല. നേരത്തെ ട്രംപിൻ്റെ മകനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ മകനെ, അതിപ്പോൾ ഇറാനെ പോലെ ഇപ്പോൾ ശത്രുപക്ഷത്തുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവതരമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിന് ഇടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേലിലെ ചാനൽ ആയിട്ടുള്ള ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ ആണ് തൻ്റെ മകനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. ഏത് മകനെയാണ് ഇത്തരത്തിൽ വധിക്കാൻ ശ്രമിച്ചത് എന്ന കാര്യം നെതന്യാഹു കൂടുതൽ വ്യക്തമാക്കിയിട്ടില്ല. സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്നാണ് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താത്തത് എന്നുകൂടിയാണ് നെതന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇതൊരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ നടത്തിയ അഭിമുഖവുമായിരുന്നു. നേരത്തെ നെതന്യാഹുവിനെ തന്നെ വധിക്കുവാനുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വധിക്കാനായുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിൽ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയ പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകനെയും വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്നായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല ചെയ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ, അതായത് ഖമനേയിയുടെ കൊലപാതകത്തിന് മറുപടി നൽകാം എന്ന് ഇറാൻ വ്യക്തമാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെയും ഒപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് കോർണർ നോട്ടീസ് അടക്കം അയക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം ഉൾപ്പെടെ ശക്തമാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തുർക്കിയാണ് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ, അതായത് ഇറാൻ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ
ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമാനം മാറിക്കയറിയത് വലിയ തോതിൽ വാർത്തയായി മാറിയിരുന്നു. അവിടെയും ട്രംപ് വ്യക്തമാക്കിയത് തന്നെ വധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ വിമാനം മാറിക്കയറി തിരികെ പോകുന്നത് എന്നത് ആണ്. ഇത്തരം വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതിന് ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകനെ വധിക്കാനുള്ള നീക്കവും ഇറാൻ നടത്തി എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അതുമാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകൻ ബാരൻ ട്രംപിനെ വധിക്കുവാനുള്ള ഒരു സന്ദേശം, അതായത് ഇസ്രായേലിലെ ടെലിവിഷൻ ചാനലുകൾ നൽകിയിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇങ്ങനെ നേതാക്കളെ മാത്രമല്ല നേതാക്കളുടെ കുടുംബാംഗങ്ങളെ കൂടി ഇല്ലാതാക്കുവാനുള്ള ശ്രമം ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നത് സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. അപ്പോഴും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വാർത്തകളിൽ ഔദ്യോഗികമായോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. അഭിലാഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ ദിവസം. തിരുവോണം ഗംഭീരമാക്കാൻ ഇന്ന് ഉത്രാടപ്പാച്ചിൽ. നാടെങ്ങും വിപണികൾ സജീവമാണ്. സദ്യവട്ടങ്ങൾക്കുള്ള പച്ചക്കറികൾ, ഓണക്കോടി, അത്തപ്പൂക്കളത്തിലുള്ള പൂക്കൾ എന്നിവ വാങ്ങാൻ വിപണിയിൽ വൻ തിരക്കാണ്. പൂക്കളം ഒരുക്കിയും കസപുടുത്ത് ഒരുങ്ങിയും ഒത്തൊരുമയോടെ മലയാളികളുടെ ആഘോഷം തുടരുകയാണ്. അത്യുത്തര കേരളത്തിൽ കുട്ടിത്തെയ്യമായ ഓണത്താർ ഗൃഹസന്ദർശനം തുടങ്ങി. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ കുട്ടിത്തെയ്യം കാസർഗോഡിന്റെ മാത്രം കാഴ്ചയാണ്. അത്യുത്തര കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ഓണത്തിന് മുന്നോടിയായി എത്തുന്ന കുട്ടിത്തെയ്യമാണ് ഓണത്താർ. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവം ഓണത്തിന്റെ വരവറിയിച്ച് വീട്ടകങ്ങളിലെത്തുന്നു. കർക്കിടകത്തിലെ കുട്ടിത്തെയ്യങ്ങളായ ആടിയും വേടനും കർക്കിടോത്തിയുമൊക്കെ അരങ്ങൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഓണത്താറിന്റെ ദേശസഞ്ചാരം. മാവേലി പാട്ടും പാടിയാണ് ഓണത്താറിന്റെ വരവ്. വീട്ടുമുറ്റങ്ങളിലെത്തുന്ന ഓണത്താർ ഒറ്റച്ചണ്ടിയുടെ താളത്തിൽ ആടി തിമർക്കും. വണ്ണാൻ സമുദായത്തിലെ ആൺകുട്ടികളാണ് ഓണത്താർ കോലം ധരിക്കുന്നത്. ഓട്ടുമണിയും കിലുക്കി ഓണവില്ലിന്റെയും ഒറ്റച്ചണ്ടയുടെയും താളത്തിലാണ് ഓണത്താറിന്റെ വരവ്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീട്ടുമുറ്റങ്ങളിലെ പൂക്കളത്തിനു ചുറ്റും ഓണത്താർ നൃത്തം വയ്ക്കും. ആട്ടത്തിന് പാട്ടിന്റെ അകമ്പടിയും ഉണ്ടാകും. മഹാബലിയുടെ ആഗമന കഥയാണ് പാട്ടിന്റെ ഇതിവൃത്തം. കർക്കിടക മാസത്തിൽ പണ്ട് വെറുതെ മാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ആടിയും വേടനും വന്നിട്ട് അതിൻ്റെ നമ്മളെ ഈ ജ്യേഷ്ഠകളെല്ലാം പുറത്തേക്ക് തള്ളിക്കളയും. അപ്പോൾ ഗുരുസിയാക്കിയിട്ട് അവർ മറച്ചു കഴിഞ്ഞാൽ പൊന്നിൻ ചിങ്ങത്തിൽ വരുന്ന ഓണം നല്ല ഐശ്വര്യം കൊണ്ട് വരുന്നതിൻ്റെ സങ്കല്പത്തിൽ മാവേലിയുടെ ഒപ്പരം ശ്രീകൃഷ്ണൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ് ഈ വരുന്നത് വീടുകൾ. മഹാബലിയുടെ ഭരണകാലവും വാമനവേഷം പൂണ്ടെത്തുന്ന മഹാവിഷ്ണുവുമൊക്കെ ഈ പാട്ടിന്റെ ഭാഗമാണ്. ദേവന്മാരുടെ ആവശ്യപ്രകാരം മാവേലി മന്നനെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന കഥകളുമൊക്കെ ഈ പാട്ടിൽ പാടിപ്പറയും. 4 ദിക്കിലെയും വിശേഷങ്ങൾ കണ്ട് പ്രജകളുടെ സൽക്കാരം സ്വീകരിക്കാൻ മഹാബലി ഓണത്താറായി വീടുകളിലെത്തുന്നെന്നും വിശ്വാസമുണ്ട്. വടക്കേ മലബാറിൽ ചിങ്ങമാസത്തിലെ ഉത്രാടം, തിരുവോണം ദിവസങ്ങളിലാണ് ഓണത്താറിന്റെ വരവ്. എന്നാൽ ചില പ്രദേശങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലും ഓണത്താർ വീടുകളിലെത്താറുണ്ട്. കാഞ്ഞങ്ങാട്, നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ചില ദേശങ്ങളിൽ ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും വിശ്വാസമുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മകൻ രോഹിത്തിന്റെ രാഷ്ട്രീയ പ്രവേശന സാധ്യത തള്ളാതെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം എടുക്കേണ്ടത് മകനാണ്, നോക്കാം എന്നും ചെന്നിത്തല ന്യൂസ് 18 അഭിമുഖത്തിൽ പറഞ്ഞു. രോഹിത് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചനയൊക്കെ നൽകുന്നുണ്ടല്ലോ, അങ്ങനെ ഇതെല്ലാം സാധ്യതകളുണ്ടോ? മൂത്ത മകൻ ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്സിൽ രണ്ടുപേർക്ക് അറിയാം. എന്നാലും മൂത്ത മകൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അദ്ദേഹം ഈ കാലിക പ്രസക്തമായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ ഒക്കെ പറയുന്നു. പൊതുരംഗത്ത് പബ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്, അത് മുന്നോട്ട് പോകണം. ഇഷ്ടമാണോ? മോനും കൂടി രാഷ്ട്രീയത്തിൽ വന്നാൽ ഇഷ്ടമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവരുടെ ഇഷ്ടം. എന്താണ് RCയുടെ സമീപനം? നമ്മളാരും പ്രോത്സാഹിപ്പിക്കാറില്ല. അവര് രാഷ്ട്രീയം എല്ലാം അറിയുകയൊക്കെ ചെയ്യാം, പക്ഷെ അവരാരും
ഇതുവരെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അത് അവനാണ് തീരുമാനിക്കേണ്ടത്. അവര് ഭാവിയിൽ തീരുമാനിച്ചാൽ എതിർപ്പൊന്നുമില്ല. അല്ല, തീരുമാനിച്ചില്ലല്ലോ. തീരുമാനിക്കുകയാണെങ്കിൽ നോക്കാം. ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തോട് വരട്ടെ, സമയമുണ്ടല്ലോ എന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് ഉള്ളിലുള്ള ഒരേ ഒരു വിഷമം എന്ന് പറയുന്നത് CM-ആയി ഇങ്ങനെ RC പെർഫോം ചെയ്യുന്നത് കാണാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹം എന്തെങ്കിലും സാധിക്കാൻ അതിനുള്ള സാധ്യതയുണ്ടോ? ഇന്ന സ്ഥാനം കിട്ടിയെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളതൊന്നും ഇല്ലല്ലോ. പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് അങ്ങനെ കണ്ടാൽ മതി. RC മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം നടക്കുമോ? അതൊക്കെ വരട്ടെ, സമയമുണ്ടല്ലോ. അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണാം ഇന്ന് രാത്രി 7 മണിക്ക്. അപ്പോൾ നമുക്ക് 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് 18 തുടരുക. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.